ഹായ്, ഇത് നമ്മളെ ലാസ്റ്റ് തേർഡ് ഫൈനൽ വീഡിയോ ആണ്. സോ ഇതിൽ നമ്മൾ നോക്കുന്നത് സ്കോപ്പ് ഓഫ് മാനേജ്മെന്റും അതുപോലെ തന്നെ ഈ പാഠത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് വേർഡ് ആയിട്ടുള്ള PODACORB എന്ന് പറയുന്ന കാര്യമാണ്. അത് ഫങ്ഷൻസ് ആണ്. സോ ഇത് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത് എലാബറേറ്റ് ചെയ്യാനും ഇത് വെച്ചിട്ട് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എഴുതാനും ചോദിക്കും. സോ ബേസിക്കലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്കോപ്പിൽ വെച്ച് തുടങ്ങും. സ്കോപ്പ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് എങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതിനാണ് സ്കോപ്പിൽ വരുന്നത്. സോ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഞാനായിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് നിങ്ങൾ ഇതാക്കണം. ബേസിക്കലി ഞാനിത് ഇങ്ങനെ അത്ര എൻ്റെ നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ല. സോ യാ സ്കോപ്പ് ഓഫ് മാനേജ്മെന്റിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ബട്ട് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ എഴുതിയത്. The first thing is subject matter of management. The second thing, functional area of management. ഇത് പഠിക്കാൻ എൻ്റെ അടുത്തൊരു എളുപ്പവഴിയുണ്ട്. കോഡും കാര്യങ്ങളൊന്നുമല്ല. യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസിലി. ദിസ് പാർട്ട് ലൈക്ക് സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ കോർ ഫങ്ഷൻസ്. സബ്ജക്ട് മാനേജ്മെന്റിന് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇതിൽ വരുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്. ഇതിൽ ഈ ഡയറക്ടിങ്ങിനെ മാത്രം നമുക്ക് പിന്നെ ഇതിനെ ലീഡർഷിപ്പ്, അതായത് ലീഡിങ്, കമ്മ്യൂണിക്കേഷൻസ്, മോട്ടിവേഷൻ, സൂപ്പർവിഷൻ, അതുപോലെ തന്നെ കോർഡിനേഷൻ, കൺട്രോൾ, ഇതിങ്ങനെയായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതാനും പറ്റും. സോ നിങ്ങൾക്ക് ഇതിൽ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ പാർട്ടിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത് പഠിക്കണം. അതായത് സബ്ജക്ട് മാറ്റർ പഠിക്കണം. നിങ്ങൾക്കപ്പോൾ ഈ മാനേജ്മെന്റിനെ പറ്റിയുള്ള എസ്സേ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് നമ്മളെ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്, നേച്ചർ ഓഫ് മാനേജ്മെന്റ്, ആ പാർട്ട് കഴിഞ്ഞിട്ട് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്, ആ സിഗ്നിഫിക്കൻസിനും നാച്ചുറലിനും ഇടയിലായിട്ട് നിങ്ങൾക്ക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എഴുതാൻ പറ്റും. ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ്, അതായത് സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ്, ഇത് എഴുതാൻ പറ്റും. എവിടെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തിങ് ഇത്രയും കാര്യങ്ങൾ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമായിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്കിത് എന്താ ചെയ്യുന്നത്, നിങ്ങൾക്കിത് എലോബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 1-2 പേജ് എടുത്ത് നിങ്ങൾക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും നിങ്ങൾക്കിത് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് എഴുതാൻ പറ്റും. പ്ലാൻ ചെയ്യുന്ന, അതായത് മാനേജ്മെന്റ് പ്ലാൻസ്, മാനേജ്മെന്റ് വർക്ക് ത്രൂ പ്ലാനിങ് ദ ഫ്യൂച്ചർ, അനലൈസിങ് തിങ്സ് ആൻഡ് ഓൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ പ്ലാനിങ്ങിൽ എഴുതാം. ഓർഗനൈസിംഗിൽ വരുമ്പോൾ ഓർഗനൈസിങ് ദ റിസോഴ്സസ് അവൈലബിൾ ലൈക്ക് മെൻ, മെറ്റീരിയൽ, മണി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് മാനേജ്മെന്റ് വിൽ ടേക്ക് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്, ഈ കാര്യങ്ങൾ എഴുതാൻ പറ്റും. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നിയമിക്കുന്നതാണ്. ആൾക്കാരെ ഒബ്വിയസ്ലി നമുക്ക് ആൾക്കാരെ വേണമല്ലോ. ആൾക്കാരെ നിയമിക്കുക, അവരെ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക, ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് റിസോഴ്സിനെ സെലക്ട് ചെയ്യുക. ഡയറക്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഇങ്ങനെ എടുത്തതിന് ശേഷം അവരെ നമ്മൾ ഡയറക്റ്റ് ചെയ്യില്ല. അവരോട് പറയില്ല ഇന്ന ഇത്ര മണിയുടെ സെയിൽസ് ആണ് നമ്മൾ ഇത്രയൊക്കെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന സാധനം എടുക്കാൻ ഇന്ന സ്ഥലത്തേക്ക് പോകണം, അങ്ങനെ കുറെ ഡയറക്ഷൻസ് കൊടുക്കുമല്ലോ. അതാണ് ഡയറക്റ്റിംഗിൽ വരുന്നത്. കൺട്രോളിങ്, അവരിപ്പോൾ എന്തെങ്കിലും തെറ്റായ രീതിയിലോ അല്ലെങ്കിൽ വിചാരിച്ചത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഗൈഡൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കൺട്രോൾസ് വെക്കുക. അതാണ് ഈ കൺട്രോളിംഗ് വരുന്നത്. നമുക്ക് ഇത് എലോബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പേജ് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സബ്ജക്ട് മാറ്ററിൽ ഇതിൽ ഒരു പാർട്ടാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റിംഗ് പാർട്ട് നിങ്ങൾക്ക് അത് എലോബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അത് ഞാൻ ഈ ഇപ്പുറത്ത് നമ്മൾ പഠിക്കാനുള്ള ഇത് പറയുമ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്ത് തരാം. So first thing, if you ask for the scope of management, you do this. You then type like this, like you mentioned like this. Subject matter of in the scope of management, there are subject matter and functional areas. So subject matter is basic of the management principles like planning, organizing, staffing, directing, and controlling. And ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് അത് എലോബറേറ്റ് ചെയ്തത്. ഫങ്ഷണൽ ഏരിയാസ് നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ്. എവിടെയൊക്കെ ഫങ്ഷണൽ ഏരിയാസ് മാനേജ്മെന്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ഒരു ചീറ്റ് കോഡ് ആയിരുന്നു അത്. ഇൻ കേസ് എസ്സേ ചോദിക്കുകയാണെങ്കിൽ ഈ പാർട്ട് ഞാൻ ഭയങ്കരമായിട്ട് എലാബറേറ്റ് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു 1 to 3 പേജസ് ഓഫ് ഷീറ്റ്സ് ഇതിൽ ഫില്ലാവും. ഇത് ഞാൻ ഇത് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫങ്ഷണൽ ഏരിയാസിൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞൊരു കാറ്ററിങ്ങിൻ്റെ ഒരു ഇത് പറഞ്ഞല്ലോ. നിങ്ങൾ മനസ്സിൽ കാറ്ററിംഗുകാരനായിട്ട് ആലോചിച്ചാൽ മതി. നിങ്ങളൊരു സ്വന്തമായിട്ട് കാറ്ററിംഗ് തുടങ്ങുന്ന ഒരു വ്യക്തിയാണെന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഫങ്ഷണൽ ഏരിയാസ് കവർ ചെയ്യാൻ പറ്റും.
ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ പോയിന്റ്സ് ആണ് നമ്മൾ ഇതെല്ലാം പറയുന്നത്. ഇതെല്ലാം ഇതേ ഓർഡറിലാണ്. നമ്മൾ ഒറ്റൊരു പോയിന്റ് മാത്രമേ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. പ്രിൻസിപ്പൽ ലൈക്ക് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, ഇത് മാത്രമേ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ 9 പ്രിൻസിപ്പിൾ ഉണ്ട്. ഈ 9 പ്രിൻസിപ്പിൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഫിനാൻസ് വരുന്നത്, നിങ്ങളൊരു സ്വന്തമായിട്ട് വർക്ക് തുടങ്ങുന്ന ഒരാൾ, കാറ്ററിംഗ് തുടങ്ങുന്ന ആൾ, നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് പൈസ വേണം. ഇത് തുടങ്ങണമെങ്കിൽ നമ്മൾ ആ ഒരു ഫ്ലോ ചാർട്ടിന്റെ രീതിയിലാണ് പറയുന്നത്. തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പൈസ വേണം. ഈ പൈസ നിങ്ങൾക്ക് മാനേജ് ചെയ്യേണ്ടേ? എവിടെ നിന്നൊക്കെ എടുക്കും? ലോൺസ് ആയിട്ട് എടുക്കണം, അതുപോലെ തന്നെ എവിടെന്നെങ്കിലും വേറെ എന്തെങ്കിലും പൈസ നിങ്ങൾ കണ്ടുപിടിക്കണം. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദ കൺസെപ്റ്റ്. നമ്മളുടെ ഫങ്ഷണൽ ഏരിയാസിൽ ഫസ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. നമ്മൾ ഫൈനാൻസ് മാനേജ് ചെയ്യണം. നമ്മൾ പൈസ, റിസോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം, നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവരണം, നമ്മൾ എവിടെ നിന്നൊക്കെ പൈസ എടുക്കാൻ പറ്റും, എവിടെയൊക്കെ സ്പെൻഡ് ചെയ്യണം, ഏത് സ്ഥലത്തുള്ള കട മേടിക്കണം, ഏത് സ്ഥലത്തുള്ള ഹോട്ടൽസ് തുടങ്ങണം, അങ്ങനത്തെ നമ്മൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഡിസിഷൻസും ഈ ഫിനാൻഷ്യൽ പാർട്ടിൽ വരും. ഫങ്ഷൻസ് ഓഫ് ഏരിയയിൽ മാനേജ്മെന്റ് എന്തിനാ? നമുക്ക് ആദ്യം തന്നെ ഫിനാൻസിൽ വേണം. ഫിനാൻസിൽ നമ്മൾ പൈസ ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾക്ക് സാധനങ്ങൾ, നമ്മൾ കാറ്ററിംഗുകാരനാണ്, നമുക്ക് എന്ത് വേണം? നമുക്ക് ആൾക്കാർ വേണം പണിക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുക്കിനെ വേണം, അതുപോലെ നമ്മളെ ഓഫീസിലിരിക്കാൻ സ്റ്റാഫ് വേണം. അപ്പൊ നമ്മൾ പേഴ്സണൽ എന്നുള്ള പാർട്ടിലെത്തി. നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യണം, നമ്മൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണം. സോ നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. സോ സ്റ്റാഫിങ് ഇതിൽ വരും. പക്ഷെ നമ്മൾ ആ സ്റ്റാഫിങ് മെൻഷൻ ചെയ്യേണ്ട. റിക്രൂട്ട്മെന്റ്സ്, പ്രൊഫഷണൽസ്, പേഴ്സണൽസ്, ഇതിനൊക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റിൽ നമ്മൾ പൈസയാണ് നോക്കിയത്, ക്യാപിറ്റൽ ആണ് നോക്കിയത്. സെക്കൻഡിൽ നമ്മൾ പേഴ്സണൽസിനെ നമ്മൾ നോക്കി. മൂന്നാമത്തെ നമ്മൾ മെറ്റീരിയൽ, നമ്മളെ സാധനങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ചെമ്പ് വേണം, വാർപ്പ് വേണം, അതുപോലെ തന്നെ പൈസ, മെഷീനറീസ് വേണം. സോ ഇവിടെ നമ്മളുടെ മെഷീൻസ്, അതുപോലെ തന്നെ നമ്മളുടെ അതർ എക്യുപ്മെന്റ്സ്, അസറ്റ്സ്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ മെറ്റീരിയൽസിനെ മാനേജ് ചെയ്യണം. സോ ഇതിന്റെ എല്ലാത്തിന്റെ അറ്റത്ത് നിങ്ങൾ മാനേജ്മെന്റിനും കൂടി എഴുതണം. ഫിനാൻസ് മാനേജ്മെന്റ്, പേഴ്സണൽ മാനേജ്മെന്റ്, മെറ്റീരിയൽ മാനേജ്മെന്റ്. സോ ഇതിൽ നമ്മൾ എലാബറേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ എഴുതാം. മെറ്റീരിയൽ മാനേജ്മെന്റ് refers to that we have to secure enough materials in forms of money, machines and men in order to proceed with our objectives. So management concept, give us a scope to implement their principles into the material management part. ഇത്ര എഴുതിയാൽ മതി. ദെൻ പ്രൊഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി എന്താ, നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾക്ക് ഇനീഷ്യലി തുടങ്ങേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഇതിൽ നമ്മൾ കാറ്ററിംഗുകാരനായിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല, കാരണം അവർ ഫുഡ് മുമ്പേ ഉണ്ടാക്കി വെക്കത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും സെല് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സെല് ചെയ്യേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി വെക്കണം. സോ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മെറ്റീരിയൽ വേണം, ഇത്ര മെറ്റീരിയൽ എടുത്താൽ ഇത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, ഇത്ര മെറ്റീരിയലിന് ഇത്ര കോസ്റ്റ് വരും, അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇതാക്കുമല്ലോ. എത്രത്തോളം പ്രൊഡക്ഷൻ നമ്മൾ സേവ് ചെയ്ത് വെക്കണം, എത്രത്തോളം നമ്മൾ വെയർ ഹൗസിൽ കൊണ്ടുവന്ന് വെക്കണം, എത്രത്തോളം ഇതുണ്ടാകും, അങ്ങനെ പ്രൊഡക്ഷനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റിൽ എഴുതാൻ പറ്റും. സോ ഇതിൽ നമ്മൾ പ്രൊഡക്ഷനിൽ നമ്മൾ പ്രൊഡക്റ്റ് എത്തോരം വേണം, പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റ് എങ്ങനെ സ്റ്റോർ ചെയ്യണം, ഇതൊക്കെ നമ്മൾ പ്രൊഡക്ഷൻ മാനേജ്മെന്റിൽ വരും. ഇതിന് ഈ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യണം. അതാണ് ഈ മാർക്കറ്റിംഗ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ എല്ലാം മാർക്കറ്റ് ചെയ്തിട്ട് നമ്മൾ സൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടുപിടിച്ച് സെയിൽ ചെയ്യണം. ദെൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഓഫീസ് മാനേജ്മെന്റ് ഈസ് അതർ ടൈപ്പ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. ആൾക്കാരെ മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓഫീസിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഓഫീസ് മാനേജ്മെന്റ്. സോ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഓൾസോ ഇൻക്ലൂഡ് ഓഫീസ് മാനേജ്മെന്റ്, ബിക്കോസ് യു ഹാവ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് ഓഫീസ് in order to attain good sales and good goals, like to attain your goals. The office manage includes both personal and other assets of the office, like machines and all. And you have to be it's a layout, manage office എങ്ങനെ വേണം, ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം, അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ ഓഫീസിൽ വരുന്നത്. ദെൻ ദ മെയിൻ്റെനൻസ് പാർട്ടിൽ വരുന്നത്, നമ്മൾ ഇപ്പോൾ ഫുഡൊക്കെ നമ്മളിപ്പോൾ കാറ്ററിംഗ് തന്നെ നോക്കിക്കോ, ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം മെയിൻ്റെനൻസ്, നമ്മളത് തിരിച്ചു കൊണ്ടുവന്ന് കഴുകി വെച്ച് അടുത്ത പരിപാടി യൂസ് ചെയ്യണ്ടേ, അത് എങ്ങനെ വാഷ് ചെയ്യണം, എത്ര ആൾക്കാർ വേണം, അവർക്ക് എത്ര സാലറി കൊടുക്കണം, ഇതൊക്കെ നമ്മൾ മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. അതാണ് ഈ മെയിൻ്റെനൻസ് മാനേജ്മെന്റിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ സാധാരണ നമ്മളെ വണ്ടി കാര്യങ്ങളൊക്കെ വരില്ലേ, നമ്മൾ സാധനം എങ്ങനെ കൊണ്ടുപോകണം, അവിടെ എങ്ങനെ കൊണ്ടുവരണം, ആൾക്കാരെ എങ്ങനെ കൊണ്ടുപോകണം, ദാറ്റ്സ് ഓൾ പാർട്ട് കംസ് വിത്ത് ദ ട്രാൻസ്പോർട്ട് പാർട്ട്. And the last part is like principles.
പ്രിൻസിപ്പൾസ് ഇതിൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ്. മാനേജ്മെന്റിൽ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നിങ്ങളത് മാനേജ്മെന്റ് ഈസ് എ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. മാനേജ്മെന്റ് ഹാസ് ഡിഫറെന്റ് പ്രിൻസിപ്പൾസ് ആൻഡ് ഹാസ് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രിൻസിപ്പൾസ് ഉണ്ട്, ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്, യൂണിവേഴ്സൽ അപ്ലിക്കബിൾ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇത്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങി അവസാനം വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഫിനാൻസ് വേണം, ആൾക്കാരെ സെലക്ട് ചെയ്യണം, മെറ്റീരിയൽസിനെ കൊണ്ടുവന്ന് വയ്ക്കണം, പ്രൊഡക്ഷൻ ഉണ്ടാക്കണം, സാധനങ്ങൾ ഉണ്ടാക്കണം, അതൊക്കെ മാർക്കറ്റ് ചെയ്യണം, മാർക്കറ്റ് ചെയ്തിട്ട് സെയിൽ ചെയ്യാനും ഇത് കാര്യങ്ങളുള്ള ഓഫീസ് സെറ്റപ്പ് ചെയ്യണം, ഓഫീസിലെ കാര്യങ്ങൾ നോക്കണം, അവിടുത്തെ വർക്കേഴ്സിന്റെ കാര്യം നോക്കണം. അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ വിറ്റിട്ട് അതിന്റെ മെയിൻ്റെനൻസ് ചെയ്യണം, എങ്ങനെയൊക്കെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കണം എന്ന് നോക്കണം. ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവിടാനും കാര്യങ്ങൾക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ പാർട്ട് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. സോ സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് ഇത്രയും കാര്യങ്ങൾ വരും. പിന്നെ നമുക്ക് വരുന്നത് ഇത് ഇത്തിരി വലിയ വീഡിയോ ആയിരിക്കും എന്ന് തോന്നുന്നു മിക്കവാറും. സ്കോപ്പ് ഓഫ് വീഡിയോ ഇതിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഈ PODSCORB എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ കാണാതെ പഠിക്കുക. എന്നിട്ട് ഇതിന്റെ മേലെയുള്ള കാര്യങ്ങളൊക്കെ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കാണാതെ എഴുതി വെക്കുകയോ, കാണാതെ എഴുതി വെക്കുകയല്ല, എഴുതി വെച്ചിട്ട് കാണാതെ പഠിക്കുക. സോ ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, സ്റ്റാഫിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഇതിൽ ഇല്ലാത്ത കാര്യങ്ങൾ 2 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തുള്ളൂ. റിപ്പോർട്ടിങ്ങും ബഡ്ജറ്റിങ്ങും. പ്ലാനിങ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു, എന്തൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം. ഓർഗനൈസിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണം, ഓർഗനൈസേഷനിൽ സാധനങ്ങൾ, മെറ്റീരിയൽ, മണി എന്നുള്ള നമ്മളെ കാര്യങ്ങളൊക്കെ, പ്രൊഡക്ഷന് വേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ഇത് ചെയ്യണം. ഡയറക്റ്റിംഗ് ഇതിൽ വരുന്ന ഭാഗമാണ്. ഈ ഡയറക്റ്റിംഗ് നിങ്ങൾക്ക് എലോബറേറ്റ് ചെയ്തിട്ട്, അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഡയറക്റ്റിംഗ് നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം, എങ്ങനെയൊക്കെ ഡയറക്റ്റ് ചെയ്യണം. ലീഡിങ്, ആൾക്കാരെ എങ്ങനെ ലീഡ് ചെയ്യണം, എങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണം. എവിടെയാണെങ്കിലും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണം. ഓക്കെ. മോട്ടിവേറ്റ് ചെയ്യണം ആൾക്കാരെ, സൂപ്പർവിഷൻ, അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം, അവരെ വർക്ക് കോർഡിനേറ്റ് ചെയ്യണം. ഇനി എന്തെങ്കിലും അവർ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം. സോ നിങ്ങൾക്ക് ഈ പാർട്ടിൽ, അതായത് ഈ ഡയറക്റ്റിംഗ് പാർട്ടിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതാൻ പറ്റും. ലീഡ് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, ആൾക്കാരായിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും മോട്ടിവേറ്റ് ചെയ്യണം, അവർക്കുള്ള സൂപ്പർവിഷൻസ് കൊടുക്കണം, അതായത് അവരുടെ വർക്ക് മുന്നിൽ റിവ്യൂ ചെയ്തിട്ട് അവർക്കുള്ള ഗൈഡൻസ് കൊടുക്കണം, അവരെ വർക്കിനെ കോർഡിനേറ്റ് ചെയ്യണം. അവരെ പലരും പല വർക്ക് ചെയ്യുന്നവരായിരിക്കും, അവരെല്ലാവരുടെ എഫക്ട്സിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ നമ്മളുടെ കൺട്രോൾ ചെയ്യണം. അത് നിങ്ങൾക്ക് ഈ ഡി പാർട്ടിൽ എഴുതാൻ പറ്റും. ദെൻ ലാസ്റ്റിംഗ് അല്ല, പിന്നെ അതിന് ശേഷം സ്റ്റാഫിങ്ങിൽ ആൾക്കാരെ നിയമിക്കുന്ന പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ CO എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ് ആണ്. ഈ കോർഡിനേറ്റിംഗ് ഫംഗ്ഷനിൽ നമ്മൾ ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ നിങ്ങൾക്ക് ഇവിടെയും കോർഡിനേറ്റിംഗിൽ എഴുതാൻ പറ്റും. പിന്നെ റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്, ഇത് രണ്ടാണ് അതിനുള്ള പാർട്ട്. റിപ്പോർട്ടിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മൾ പ്ലാൻ ചെയ്തത്, ഇതൊക്കെ നമ്മൾ റെക്കോർഡിക്കലായിട്ട് നമ്മൾ എവിടെയെങ്കിലും കളക്ട് ചെയ്തിട്ട് നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. അതായത് നമ്മൾ ഹയർ മാനേജ്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ട് ചെയ്തതിന്റെ ബേസിലായിരിക്കും ബഡ്ജറ്റിംഗ് വരുന്നത്. അപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ പറയണം നമുക്ക് ഇത്രയും വർക്ക് വരുന്നുണ്ട്, പക്ഷെ അതിനുള്ള ആൾക്കാരില്ല നമുക്കത് അറ്റൻഡ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഈ റിപ്പോർട്ട് നമ്മൾ മേലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബഡ്ജറ്റിംഗിൽ അവർ പറയും നമുക്കൊരു അഡീഷണൽ ഒരു 5 ലക്ഷത്തിന്റെ ബഡ്ജറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ 2 പേരെ ഹയർ ചെയ്യും, 2 പേരെയും കൂടി ഒരു കൊല്ലം 2.5 ലക്ഷം സാലറി പാക്കേജിൽ നിങ്ങൾക്ക് 2 പേരെയും കൂടി ഹയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റ് വരും. സോ റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് ഇതിൽ നമുക്ക് വരുന്നത് ഇത്രയും കാര്യങ്ങൾ. റെക്കോർഡിംഗ് ഓഫ് ദി പ്രോസസ് ഇസ് കൺസിഡേർഡ് ഇൻ ദ പാർട്ട് ഓഫ് റിപ്പോർട്ടിംഗ് ആൻഡ് വി റിപ്പോർട്ട് ദാറ്റ് ടു ദ ഹയർ മാനേജ്മെന്റ്. So higher management review it and take actions. Then last part is budgeting. In budgeting part, we will forecast the future and considering the report that we've received in earlier stages, the management will be taking decisions upon the budget that can be allocated to the future to use it in any other functions like planning, organizing, directing, or staffing or coordinating. Bas ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫങ്ഷൻസും, PODSCORB എന്ന് പറഞ്ഞ പാട്ടിൽ വരുന്നത്. ഇത്രയും കഴിഞ്ഞാൽ ഈ പാഠം കഴിഞ്ഞു. ആക്ച്വലി ഇത്രയേ ഉള്ളൂ. സോ ഇത് നിങ്ങൾക്ക് ഫ്ലോ ചാർട്ടായിട്ട് പഠിക്കാം, പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് കാണാതെ പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. പക്ഷെ ഇത്രയേ ഉള്ളൂ ഇതിൽ.
ഇതാണ് ഇതിൻ്റെ തേർഡ് ആൻഡ് ഫൈനൽ വീഡിയോ. ആൻഡ് ഐ ഡു എ കൺസോളിഡേറ്റഡ് വീഡിയോ ഓൾസോ. അതിൽ ഈ പാഠം നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാം. സോ യാ, നമുക്ക് ആ വീഡിയോ കൂടി കാണാം.